റിപ്പോർട്ട് ഇന്നലെ തേടിയിരുന്നു. അതെ, അത് ഇന്ന് വിശദമായി പരിശോധിച്ചിട്ട് അവിടുത്തെ DTC RTO റിപ്പോർട്ട് തരും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ, അഡീഷണൽ കമ്മീഷൻ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, കിട്ടും. ഞാൻ നാളെ പാലക്കാട് എത്തുന്നുണ്ട്. അപ്പോൾ നേരിട്ട് അവരുമായിട്ട് സംസാരിക്കും എന്താണ് എൻ്റെ കാര്യം എന്നുള്ളത്. കൃഷ്ണൻകുട്ടി മിനിസ്റ്ററിനെ, ഇലക്ട്രിസിറ്റി മിനിസ്റ്ററിനെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇങ്ങനെ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരെ കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്, അടിയന്തരമായിട്ടൊരു പരിഹാരം ഈ റോഡിനെ സംബന്ധിച്ച് കാണുന്നു. ആ റോഡിന് എന്തോ ഒരു ചെറിയ നിർമ്മാണത്തിൽ എന്തോ ഒരു പാളിച്ചുണ്ടെന്നാണ് നിങ്ങളും സൂചിപ്പിച്ചത്, കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും അതാണ് സൂചിപ്പിച്ചത്. അദ്ദേഹം സൈറ്റിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹം സൈറ്റിലെത്തിയിട്ട് എന്നെ വിളിച്ചിരുന്നു രാത്രി. ഇത് മിനിസ്റ്ററെ, അവിടെ കഴിഞ്ഞ തവണ ഇതുപോലൊരു അപകടം ഉണ്ടായിരുന്നു. ഈ ലോറി തന്നെ അറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായൊരു മാറ്റം അവിടെ വേണ്ടതല്ലേ മിനിസ്റ്റർമാർ കൂടിയിരുന്ന് ആലോചിച്ചാൽ? തീർച്ചയായിട്ടും. അതിന് ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും കൺസൾട്ടൻറ്റിനെ അയക്കും, എക്സ്പേർട്ടിനെ അവരെ അയക്കും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സജഷൻ തരുമല്ലോ, എന്താണ് ഇതിൻ്റെ അപകട കാരണം എന്നുള്ളത്, ഇങ്ങനെ സംഭവം റോഡിൻ്റെ ഡിഫക്റ്റ്. എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് PWD ഒരു മാറ്റം വരുത്താനുള്ള ഏർപ്പാട് ചെയ്യും. അത് തന്നെയാണ് കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും പറഞ്ഞത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ കേരളത്തിൽ ഒരുപാട് മലപ്പുറത്തൊക്കെ ഇതുപോലെ സ്ഥലങ്ങളുണ്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്താനായിട്ട് ഒരു ലിസ്റ്റ് തരാൻ വേണ്ടി PWD ആവശ്യപ്പെടും. ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ധാരാളം സ്ഥലങ്ങളുണ്ട്. അത് മോട്ടോർ വെഹിക്കിളും PWD പരിശോധിച്ചാൽ മാത്രമേ. ബ്ലൈൻഡ് സ്പോട്ടുകൾ തരേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരോട് ഒരു കുറേ തന്നിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് പ്രത്യേകമായ സ്കീമായിട്ട് എടുത്താലേ പറ്റത്തുള്ളൂ. PWDക്ക് മാത്രമേ ഇത് പണിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് റോഡിൽ കയറി പണിയാൻ പറ്റത്തില്ല. നമ്മൾ പണം ഉണ്ടെങ്കിലും അവർ കൊടുക്കാനേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അത് റിയാസ് മിനിസ്റ്ററായിട്ടൊരു യോഗം വെച്ചിട്ട് തീരുമാനം. തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇതിവിടെ എൻ്റെ ശ്രദ്ധയിൽ വന്നില്ല. വന്നിരുന്നെങ്കിൽ ഞാൻ അതിൽ ഇടപെടുമായിരുന്നു. എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അല്ല, ദേശീയപാത പർട്ടിക്കുലർ ഡിസൈൻ ഒന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ കാണുന്നതാണ് ഒരു മെയിൻ റോഡ് തന്നെയാണ് ചാലക്കുടി പോട്ടയിലേക്ക് പോകുന്ന ഭാഗം. നിരന്തരമായ ആളുകൾ മരിക്കുകയാണ് അവിടെ. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം അവിടുത്തെ നാട്ടുകാരെ പരാതിയും ഞാൻ ആ സ്ഥലം സന്ദർശിച്ചു, ട്രാഫിക് കുരുക്കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വന്നൊരു നിർദ്ദേശം അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു 48 കോടി രൂപ ഉപരിതല ഗതാഗത വകുപ്പ് അവിടെ അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 18 കോടി രൂപ അവിടെ ഒരു സർവീസ് റോഡുണ്ട്. അത് ചെയ്താൽ മാത്രമേ ഈ റോഡ് അടയ്ക്കാൻ പറ്റൂ. മെയിൻ റോഡിലേക്ക് വന്നിങ്ങ് ഇറങ്ങാൻ വരുന്നവർ ഇടിച്ച് മരിക്കുകയാണ്. അവിടെ ഇതിനേക്കാൾ ഞങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലിയ നമ്പർ പോട്ട ആശ്രമത്തിന് മുമ്പിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മരിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഹൈവേയിൽ ആൾ വരുന്നത്. അല്ല, ഹൈവേ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ നേരെ അങ്ങ് ചെയ്തു പോകുക എന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നത് ഈ ഹൈവേ പണിയാൻ വരുന്നിടത്ത് എഞ്ചിനീയേഴ്സിന് വലിയ റോളില്ലെന്നാണ് തോന്നുന്നത്. ഈ ഹൈവേ എല്ലായിടത്തും ഓരോ കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ കോൺട്രാക്ടർമാരും അവരുടെ ഡിസൈനിങ്ങുമാണ്. വേൾഡ് ബാങ്കിൻ്റെ റോഡ് പോലെ. വേൾഡ് ബാങ്കിൻ്റെ റോഡിൽ നമ്മുടെ പ്രാദേശികമായ എഞ്ചിനീയർമാർക്കോ പ്രാദേശിക ജനപ്രതിനിധികൾക്കോ ഒന്നും യാതൊരു കാര്യമില്ല. അവർ പണം തരും. അവർ ഗൂഗിൾ മാപ്പ് വഴി ഒരു ഡിസൈൻ തയ്യാറാക്കുന്നു. ഗൂഗിൾ മാപ്പിൽ അത് സഹിച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ അവിടെ വീടുണ്ടോ, വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടോ, നമ്മുടെ വഴികൾ അടയ്ക്കുക, ഇതൊക്കെ അതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ്. അപ്പോൾ ഈ ശരിയായ കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം, കയറ്റം, ഇതൊന്നും ശ്രദ്ധിക്കില്ല. ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ. ഗൂഗിൾ മാപ്പിൽ വളവെന്നല്ലേ കാണൂ. ഈ വേൾഡ് ബാങ്കിൻ്റെ റോഡുകൾ KSTP റോഡ് ഉണ്ടാക്കാനാണ് ഡിസൈൻ കൊടുക്കുന്നതിൽ KSTP എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ PWD എഞ്ചിനീയർമാർക്കോ ഒരു റോളുമില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുഭവിച്ചതാണ്. അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് കോൺട്രാക്ടർ ഒരു ഡിസൈൻ പ്രസൻറ്റ് ചെയ്യുന്നു. ആ പ്രസൻറ്റിനെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു. കോൺട്രാക്ടറല്ലോ ഡിസൈൻ കൊടുക്കേണ്ടത്. പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒരു അഭിപ്രായം പറയേണ്ടത്. അവരെല്ലാം പറയണം. അവരുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ ചെയ്യാൻ. അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നടന്ന സംഭവം നടത്തുന്നത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവും. ഏതായാലും അതിൽ ഇടപെടും. തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറയുന്നുണ്ട്. കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് IIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു സർവേയോ അല്ലെങ്കിൽ പഠനവും നടത്തണ്ടേ? കേരളത്തിലെ ബ്ലാക്ക് സ്പോട്ടിനെ നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് റോഡ് ഡിസൈനിങ്ങിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ ഒരു ശാസ്ത്രമൊന്നുമില്ല. റോഡ് ഈ പറഞ്ഞ ഗൂഗിളിൽ നോക്കി വരച്ചു പോകണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ റോഡ് ഡിസൈനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെയുണ്ട്. ഈ ഫ്ലൈ ഓവർ ഡിസൈനിങ്, റോഡ് ഡിസൈനിങ്, ഇതൊക്കെ പെർഫെക്റ്റാണ്. ഒരു ഫ്ലൈ ഓവറൊക്കെ പണിത് വരുമ്പോൾ അതിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ പോയി നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഫ്ലൈ ഓവർ വന്നിറങ്ങുന്നതും റോഡ് മാറുന്നതും എല്ലാം കറക്റ്റായിരിക്കും, തെറ്റില്ല. നാളെ പാലക്കാട് വേറെ ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവിടെ ഡിസ്കഷൻ ഉണ്ടാവും. അല്ല, അത് തീരുമാനിച്ചില്ല. ഇന്ന് ഞാൻ അവിടെ പോകും. നാളെ പാലക്കാട് ആവശ്യത്തിന് വേണ്ടി ഞാനും അഡീഷണൽ TCയും പോകുന്നുണ്ട്, SRTC MD ആയിട്ട്. അല്ല, അത് ഞാൻ നാളെ പാലക്കാട് പോകുന്നുണ്ട്. തീർച്ചയായും.